പാല് ഞാൻ തലയിൽ കൂടി ഒഴിച്ചോളൂ, എന്റെ ജീവിതം തന്നെ ഇപ്പൊ കളയേണ്ടി വരും. ഞാൻ ആത്മഹത്യയുടെ വക്കിലോട്ട് എത്തേണ്ടി വരും. കാരണം കൊല്ലം പരവൂരുള്ള പോളി ക്ലിനിക്കിലെ ഡോക്ടർ, വെറ്റിനറി സീനിയർ സർജൻ തന്നെയാണ് അത് വെരിഫൈ ചെയ്ത് അതിന് ടാഗ് ചെയ്തിട്ടുള്ളത്. അത് 22 ദിവസമായ പശുക്കളാണ് ഇപ്പോൾ കറവയിലുള്ളത്. പിന്നെ എങ്ങനെയാ മാഡം ഞാൻ 4, 5, 7 ദിവസമുള്ള പശുക്കളെ കറന്ന് ഒഴിക്കും എന്ന് പറയുന്നത്? അപ്പൊ ഡെപ്യൂട്ടി ഡയറക്ടർ പോലും പാർട്ടി എന്ന് പറയുന്ന സ്വാധീനം എത്രത്തോളം വലുതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സത്യം പറഞ്ഞാല് ദൈവത്തെ ഓർത്ത് എന്റെ വീട്ടിന്റെ പ്രമാണമോ ആധാരമോ കൊണ്ട് വിറ്റ് എനിക്ക് പൈസ കരുതാൻ വയ്യ. ഞാൻ വീട്ടിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ കുഴിയെടുത്ത് ആ കുഴിയിലേക്ക് പാലങ്ങ് കമത്തിയേക്കാം. ഈ കാണുന്ന സൊസൈറ്റിയുടെ ഫ്രണ്ടിൽ വെച്ചാണ് കഴിഞ്ഞ ദിവസം ഞാൻ തലയിൽ കൂടി പാലൊഴിച്ചത്. എനിക്ക് എന്റെ മാനസികാവസ്ഥ വളരെ മോശപ്പെട്ടാണ് ആ ഒരു സാഹചര്യത്തിലൂടെ പാലെടുക്കാത്തൊരു സന്ദർഭത്തിൽ ഞാൻ തലവഴി പാലൊഴിക്കുന്നത്. അത്രയും വളരെ മോശപ്പെട്ട ഒരു സമയമായിരുന്നു എന്റെ ആ ഒരു സമയം. ശരിക്കും പറഞ്ഞാല് ഇപ്പോ ഈ സംഭവം നടന്നിട്ട് 2-3 ദിവസം കഴിഞ്ഞു. അതെ അതെ അതെ. എന്റെ മേഡം, ഒരു നടപടിയും ഇതുവരെ ഈ നിൽക്കുന്ന ഈ സമയം വരെ എന്റെ 2 ദിവസത്തെ പാല് ഇതുവരെ എനിക്ക് എവിടെ ഒഴിക്കാൻ പറ്റിയിട്ടില്ല. ഇന്ന് രാവിലെ ഞാൻ ഈ 2 ദിവസം കഴിഞ്ഞ ദിവസത്തെ രാവിലത്തെയും വൈകിട്ടത്തെയും പാല് വെറുതെ ഞാൻ ഒഴുക്കിക്കളയായിരുന്നു. എനിക്ക് ലോക്കൽ സപ്ലൈ കഴിഞ്ഞിട്ട് ബാക്കി 15ഉം 16ഉം ലിറ്റർ പാല് വെറുതെ ഞാൻ വേസ്റ്റ് ചെയ്യായിരുന്നു. ഇതിനെതിരെ ഞാൻ കൊല്ലം ഡെപ്യൂട്ടി ഡയറക്ടർ മാഡത്തിനെ വിളിച്ചു. എന്റെ മാനസികാവസ്ഥ ഇതാണ്, എനിക്ക് ഈ സൊസൈറ്റി പാലെടുക്കുന്നില്ല, ഈ പരവൂർ കൂനയിൽ സൊസൈറ്റിയിൽ പാലെടുക്കാൻ കഴിയുന്നില്ല, സമീപത്തുള്ള സൊസൈറ്റികളിലും പാലെടുക്കുന്നില്ല, ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഈ പാൽ എവിടെ ഒഴിക്കേണ്ടത്? അപ്പൊ കൊല്ലം ഡെപ്യൂട്ടി ഡയറക്ടർ പറഞ്ഞു ഏത് സൊസൈറ്റി ഒഴിക്കാൻ പറ്റും? ഞാൻ പറഞ്ഞു മാഡം പറയൂ ഏത് സൊസൈറ്റി. അങ്ങനെ പരവൂർ നമ്മുടെ മുക്കടയിലുള്ള സൊസൈറ്റിയിൽ പാൽ ഒഴിക്കാമെന്ന് പറഞ്ഞു. ആ സൊസൈറ്റിയിൽ ഞാൻ പാൽ ഇന്ന് രാവിലെ ഏകദേശം 6.5 ലിറ്റർ പാൽ ഞാൻ ആ സൊസൈറ്റിയിൽ എത്തിച്ചു. സൊസൈറ്റിയിൽ പോകുന്നതിന് മുമ്പ് ഈ പാൽ ഞാൻ വീട്ടിൽ ചൂടാക്കി വെരിഫൈ ചെയ്തിട്ടാണ് കൊണ്ടുപോയത്. അവർ റീഡിങ് എടുത്തു, SNF റീഡിങ് നോക്കി, എൻ്റെ പേര്, എൻ്റെ അഡ്രസ്സ് എല്ലാം ചോദിച്ച് തന്നെ അവിടുന്ന് എനിക്ക് പിറ്റേ ദിവസം തന്നെ ബില്ല് തരാമെന്നും പറഞ്ഞു. ഞാൻ അവിടുന്ന് വന്നു. ഏകദേശം 9 മണിയായപ്പോൾ തന്നെ കൊല്ലം ഡെപ്യൂട്ടി ഡയറക്ടർ വിളിക്കുന്നു, വിഷ്ണു ഇന്ന് കൊണ്ടുകൊടുത്ത പാല് അസിഡിറ്റി ഉള്ളതാണെന്ന് പറയുന്നു. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഒരു ദിവസത്തോടു കൂടി എനിക്ക് ഈ ഒരു കാര്യത്തിൽ എനിക്ക് മിനിസ്റ്ററോ എനിക്ക് ഡെപ്യൂട്ടി ഡയറക്ടറോ എനിക്ക് ഈ മിൽമയിലെ ആൾക്കാരോ ആരും എനിക്ക് ഇനി ഒരു സഹായവും ചെയ്തു തരല്ലേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് ഇന്നത്തോടൊരു കാര്യം മനസ്സിലായി, ഇവരെല്ലാവരുടെ ഒത്തുകളിയാണ്. ഞാൻ CPM പ്രവർത്തകൻ എന്ന് പറഞ്ഞത് എനിക്ക് ഒരു പാർട്ടിയിൽ ഞാൻ അംഗമല്ല, ഒരു പാർട്ടിയോടും എനിക്ക് പ്രത്യേകിച്ച് ദേഷ്യമോ വിദ്രോഹമില്ല. എൻ്റെ വൈഫ് ഇവിടെ ഈ പ്രശ്നം നടക്കുന്ന തലേ ദിവസം ഞാനൊരു സ്ഥലം വരേക്ക് അത്യാവശ്യമായി പോകേണ്ട സാഹചര്യം വന്നപ്പോൾ എൻ്റെ വൈഫിയുടെ പാലൊഴിക്കാൻ വന്നപ്പോൾ ഇവിടുത്തെ സംഘത്തിലെ പ്രസിഡന്റ് ആയിട്ടുള്ള CPM പ്രവർത്തനമായിട്ടുള്ള നമ്മുടെ മഹേന്ദ്രൻ പിള്ള എന്ന് പറയുന്ന വ്യക്തി എൻ്റെ വൈഫിനെ മോശമായിട്ട് ചീത്ത വിളിക്കുകയും പരസ്യമായിട്ട് ആക്ഷേപിക്കുകയും ചെയ്തിട്ട് പറഞ്ഞു, ഞാനൊരു CPM പ്രവർത്തകനാണ്, നിന്നെ വെച്ചിരിക്കില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് എൻ്റെ മാനസികാവസ്ഥയിൽ ഞാനത് പറഞ്ഞു പോയത്. CPM പ്രവർത്തകനായിട്ടുള്ള അല്ല, ഒരു പാർട്ടിയോട് എനിക്ക് പ്രത്യേകിച്ച് ദേഷ്യമോ വിദ്രോഹമോ ഇല്ല. ഇന്ന് ഞാൻ ആ സംഘത്തിൽ ഒഴിച്ച പാല് അസിഡിറ്റി എന്ന് പറഞ്ഞ് അത് മാറ്റി വെക്കുകയും പാൽ അവിടെ റീഡിങ് എടുത്തു, അസിഡിറ്റി മാറ്റി ഇന്ന് വൈകിട്ട് വീണ്ടും സാമ്പിൾ എടുക്കാമെന്ന് പറഞ്ഞു. ഇതിനോടുകൂടി എനിക്ക് കാര്യം മനസ്സിലായി, കേരളത്തിലെ ഏത് ജില്ലയിൽ വിഷ്ണു എന്നുള്ള ഞാൻ പാല് കൊണ്ട് ഒഴിച്ചാലും ആ പാല് പിരിയുക തന്നെ ചെയ്യും. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് എനിക്ക് എൻ്റെ മാനസികാവസ്ഥ അത്ര മോശമാണ്. എൻ്റെ വീട്ടിന്റെ പ്രമാണമോ വസ്തുവോ വിറ്റ് 2, 3, 4, 5 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ കരുതാൻ എനിക്ക് പറ്റത്തില്ല. കാരണം നാളെ മിൽമ പറയും, അല്ലെങ്കിൽ ഈ സൊസൈറ്റി പറയും 2000, 3000 ലിറ്റർ ടാങ്കിലെ പാല് പിരിഞ്ഞെന്ന് പറയും. ഞാൻ എവിടെ പോയി എടുക്കും? എൻ്റെ പ്രസൻസിലല്ല ഇന്ന് രാവിലത്തെ പാല് ടെസ്റ്റ് ചെയ്തത്. ഞാൻ കൊണ്ടുകൊടുത്ത പാല് നല്ലതാണെന്ന് എനിക്കറിയാം. എന്നെ പരസ്യമായിട്ട് പാർട്ടി സ്വാധീനത്തിന്റെ പേരിൽ എന്നെ താഴേക്കിടുക. എനിക്ക് പുതിയ കർഷകരോട് പറയാനുള്ള ഒരേ ഒരു കാര്യം, നിങ്ങൾ ഈ ക്ഷീരമേഖലയിലോട്ട് കടന്നു വരുന്നെങ്കിൽ ദൈവത്തെ ഓർത്ത്, ഞാൻ പറയുന്ന കാര്യം വളരെ സത്യസന്ധമായ കാര്യമാണ്, ദൈവത്തെ ഓർത്ത് നിങ്ങൾക്ക് വേറൊരു ഇൻകം സോഴ്സ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ക്ഷീരമേഖലയിൽ അംഗമായി പാലൊഴിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ പ്രതികരിക്കാനേ പോകരുത്. പ്രതികരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മൂടുപടം നിങ്ങളെ നശിപ്പിച്ചിരിക്കും. അത് ഉറപ്പായ കാര്യമാണ്. ഇന്ന് 7:30 മണിക്ക് എനിക്ക് വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. എൻ്റെ പാല് അവിടെ കൊണ്ടുവന്ന് റീഡിങ് എടുത്തു. ഇവിടെ നിൽക്കുന്ന സ്റ്റാഫുകൾ എന്ന് പറയുന്നത്, ഈ സ്റ്റാഫുകൾക്ക് ഏകദേശം ട്രെയിനിങ് കൊടുത്താണ് വിടുന്നത്. ഒരു മോശപ്പെട്ട പാല്, ആ പാലിന്റെ ടെക്സ്ചർ, അതിന്റെ കൺസിസ്റ്റൻസി, അതിന്റെ മണം, സ്മെല്ലൊക്കെ കാണുമ്പോൾ ഇവർക്ക് അറിയാം. എന്തുകൊണ്ടാണ് ഞാൻ ഈ കൂനിയൽ സൊസൈറ്റി കൊണ്ടുവയ്ക്കുന്ന പാല് ഇവിടെ വരുമ്പോൾ കുഴപ്പമില്ല, ഇവിടെ നിന്ന് വിടുമ്പോൾ ഏകദേശം 40 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു ക്യാനിനകത്താണ് പാൽ ഒഴിക്കുന്നത്. ഞാൻ അതിൽ 10, 15, 20 ലിറ്റർ പോലെ, ബാക്കി എത്രയോ കർഷകരാണ് പാൽ ഒഴിക്കുന്നത്. എൻ്റെ പാലവിടെ ചെല്ലുമ്പോൾ ശബ്ദിക്കുന്നുണ്ടോ? വിഷ്ണുവിന്റെ പാലാണ് ചള്ളാവുന്നത്, സ്മെല്ലാവുന്നതെന്ന് എനിക്ക് അറിയാൻ വയ്യാത്തൊരു കാര്യമാണ്. എന്തുകൊണ്ടാണ് എൻ്റെ പാല് മാത്രം നിരന്തരം ഇവിടെ ഇതാണ്? 6 വർഷമായിട്ട് ഞാൻ ഡിഗ്രി ഘട്ടം മുതലേ ഇവിടെ തന്നെയാണ് പാൽ ഒഴിക്കുന്നത്, ഈ സൊസൈറ്റിയിലെ പാൽ ഒഴിക്കുന്നത്. എൻ്റെ പേരിൽ ഒഴിക്കുന്ന പാല് ഇവിടെ ഇരിക്കുന്ന താര എന്ന് പറയുന്ന പ്രസിഡന്റ് സെക്രട്ടറി ആയിട്ടുള്ള വ്യക്തി, സജീവ് എന്നൊരു പറയുന്ന വ്യക്തിയുടെ പേരിൽ, ഇത് ഞാൻ വെറുതെ ഓറലി പറയുന്നതല്ല. ഞാൻ എടുത്ത വീഡിയോയില്, ഫേസ്ബുക്കിൽ എടുത്ത വീഡിയോയില് ആ
സെക്രട്ടറി തന്നെ പറയുന്നുണ്ട് 1 വർഷം മുന്നേ നടന്ന സംഭവമല്ലേ, 1 വർഷം മുന്നേ ഉള്ള സംഭവമാണ്. അതിനുശേഷവും ഈ പറഞ്ഞ എന്റെ ബില്ല് വേറൊരു വ്യക്തിയുടെ പേരിൽ അടിച്ചു. അവിടെ ഞാൻ കംപ്ലൈന്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. പിന്നീട് ഞാൻ ഒഴിക്കുന്ന പാലുകൾ കംപ്ലൈന്റ് ആണ്. ഞാൻ കംപ്ലൈന്റ് ആണെങ്കിൽ ഇവിടെ കൊണ്ട് ഒഴിക്കുന്ന പാല് ഇവിടെ വെച്ച് ടെസ്റ്റ് ചെയ്യാലോ. എനിക്ക് എന്തിനാ റീഡിങ്ങും SNF ഇട്ട് ഇലയിട്ടിട്ട് ഊണില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ഇലയിട്ടിട്ട് ഊണില്ല എന്ന് പറയുന്ന അവസ്ഥയാണ്. എന്റെ പാല് ഇവിടുന്ന് SNF, ഇവിടുന്ന് റീഡിങ്, ഇവിടുന്ന് എല്ലാം ടെസ്റ്റ് ചെയ്തിട്ട് പാൽ ഇവിടുന്ന് കൊണ്ടുപോകുന്നു. അവിടെ എത്തുമ്പോൾ പാല് സ്മെല്ലാവുന്നു. ഈ 40 ലിറ്റർ പാലല്ല ഞാൻ ഒരു ദിവസം ഒഴിക്കുന്നത്. ഞാൻ 15-20 ലിറ്റർ പാലാണ് ഒഴിക്കുന്നത്. ചിലപ്പോൾ ഏകദേശം 1 നേരം ഒഴിക്കും, ചിലപ്പോൾ 2 നേരം ഒഴിക്കും. ഈ പാല് മാത്രമേ ഈ ക്യാനിലുള്ളൂ. ഏകദേശം 1.5 ആഴ്ച മുന്നേ എന്റെ പാല് മാത്രം സംഘത്തിലെ പ്രസിഡന്റും സെക്രട്ടറിയുടെ ചേർന്ന് മാഡം അതിപ്പോ ഉള്ള ഒരു ഏടാണ്. ഞാനൊരു കച്ചവടക്കാരനാണ്. ഇന്ന് DO മാഡം എന്നോട് കാണിച്ച ഏറ്റവും വലിയൊരു ചതിയാണ്. കാരണം ഞാൻ കോള് വിളിക്കുമ്പോൾ എൻ്റെ അടുത്ത് സംസാരിക്കുന്നതിനൊക്കെയല്ല വേറൊരു വ്യക്തിയോട് സംസാരിക്കുന്നത്. മാഡം പറയുന്നത് വെച്ചാൽ 7-10 ദിവസത്തിന് താഴെയുള്ള പാല്, പശുവിന്റെ പാല് സൊസൈറ്റിയിൽ എടുക്കില്ല. ശരി തന്നെയാണ്. ആ പാല് ചൂടാക്കി കഴിഞ്ഞാൽ പിരിയും. വിഷ്ണുവിന്റെയിൽ നിൽക്കുന്ന 10 ദിവസത്തിൽ കൂടുതൽ പശുക്കൾ നിൽക്കാറില്ലെന്ന് ഡെപ്യൂട്ടി ഡയറക്ടറാണ് പറയുന്നത്. എന്റെ വീട്ടിൽ 22 ദിവസം ആയിട്ടുള്ള പശു നിൽപ്പുണ്ട്. ഞാൻ വെറുതെ പറയല്ല. ആ പശുവിന്റെ പ്രസവത്തിന്റെ വീഡിയോ എന്റെ ഫേസ്ബുക്ക് ചാനലിൽ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് പ്രദീപ് എന്ന് പറയുന്ന ചവറയിലുള്ള ഒരു ചേട്ടന് ലോണിന് കൊടുക്കാൻ വെച്ചിരുന്ന പശുവാണ്. അത് ഇവിടെ വെച്ച് തന്നെ അതിന് ടാഗ് ചെയ്തിട്ടുണ്ട്. കേരളത്തിന്റെ ടാഗ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൊല്ലം പരവൂരുള്ള പോളി ക്ലിനിക്കിലെ ഡോക്ടർ, വെറ്റിനറി സീനിയർ സർജൻ തന്നെയാണ് അത് വെരിഫൈ ചെയ്ത് അതിന് ടാഗ് ചെയ്തിട്ടുള്ളത്. അത് 22 ദിവസമായ പശുക്കളാണ് ഇപ്പൊ കറവയിലുള്ളത്. പിന്നെ എങ്ങനെയാ മാഡം ഞാൻ 4, 5, 7 ദിവസമുള്ള പശുക്കളെ കറന്ന് ഒഴിക്കുമെന്ന് പറയുന്നത്? അപ്പൊ ഡെപ്യൂട്ടി ഡയറക്ടർ പോലും പാർട്ടി എന്ന് പറയുന്ന സ്വാധീനം എത്രത്തോളം വലുതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സത്യം പറഞ്ഞാല് ദൈവത്തെ ഓർത്ത് എന്റെ വീട്ടിന്റെ പ്രമാണമോ ആധാരമോ കൊണ്ട് വിറ്റ് എനിക്ക് പൈസ കരുതാൻ വയ്യ. ഞാൻ വീട്ടിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ കുഴിയെടുത്ത് ആ കുഴിയിലേക്ക് പാലങ്ങ് കമത്തിയേക്കാം. എന്നാലും എനിക്ക് നഷ്ടം വരില്ലല്ലോ. ഇത്രയും വലിയൊരു ഹ്യൂജ് എമൗണ്ട് ഞാൻ കൊടുക്കേണ്ടി വരില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇന്നലെയാണ് ഞാൻ ഇത് സംസാരിച്ചതെങ്കിൽ തീർച്ചയായിട്ടും എനിക്കൊരു സൊസൈറ്റിയിൽ പാലൊഴിക്കാൻ അനുവാദം തരണമെന്ന്. ഇനി എനിക്ക് വേണ്ട, ഇനി എനിക്ക് പാൽ ഒഴിക്കണ്ട. പാല് ഞാൻ തലയിൽ കൂടി ഒഴിച്ചോളൂ. എന്റെ ജീവിതം തന്നെ ഇപ്പൊ കളയേണ്ടി വരും. ഞാൻ ആത്മഹത്യയുടെ വക്കിലോട്ട് എത്തേണ്ടി വരും. കാരണം ഇവർ പറയുന്നത് പോലെ 2000, 3000, 4000 ലിറ്റർ ഒരു ടാങ്കിലെ പാല്, വിഷ്ണുവിന്റെ പാല് കാരണമാണ് ചള്ളായെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും മാഡം? ഞാൻ എന്ത് ചെയ്യും? ഇത്രയും വലിയൊരു എമൗണ്ടിന് എവിടെ പോകും ഞാൻ? അതുകൊണ്ട് മിൽമ എന്ന് പറയുന്ന ഈ സംഘത്തിലോ ഒരു സംഘത്തിലും ഞാൻ ഇനി പാലൊഴിക്കുന്നില്ല. ഞാനൊരു കച്ചവടക്കാരനായിട്ട് ഒരു അമ്മയുടെ ഉദരത്തിൽ ജനിച്ചവനല്ല. ഇതേപോലെ ഈ പരവൂർ മുനിസിപ്പാലിറ്റിയിൽ ഈ ചെറിയ സ്ഥലത്ത് ഇവിടെ കർഷകനായിട്ട് വളർന്ന് ഇവിടെ ഡിഗ്രി പഠിക്കുന്ന സമയത്ത്, കൊല്ലം SN കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് കർഷകനായിട്ട് പശുവിനെ വളർത്തി ഇവിടെ നടന്നു കൊണ്ടുവന്ന് ഈ സൊസൈറ്റിയുടെ വാതിക്കൽ പാലൊഴിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അല്ല, ഞാൻ ഒരിക്കലും ഒരു കച്ചവടക്കാരനല്ല. എങ്ങനെ കച്ചവടക്കാരനാവും? ഈ കച്ചവടം എങ്ങനെ പഠിച്ചു? പശുവിനെ വളർത്തി, പശുവിന് വെള്ളം കൊടുത്തു, പശുവിനെ കറന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് ഞാൻ പഠിച്ചത്. അതല്ലെങ്കിൽ തന്നെ ഒരു കച്ചവടക്കാരനാണെങ്കിൽ ഈ കച്ചവടക്കാരന് ഒരു പുല്ലോ, ഒരു വൈക്കോലോ, ഒരു വെള്ളമോ, ഒരു കാൽസ്യമോ കൊടുക്കാതെ ഈ പാൽ ഉത്ഭവിക്കുമോ? മാഡം, ഡെപ്യൂട്ടി ഡയറക്ടർ മാഡം പറയുന്നത് പോലെ ഈ കൊണ്ടുവരുന്ന പശുക്കൾ കേരളത്തിലെ കർഷകരല്ലേ കൊണ്ടുപോകുന്നത്? ആ കർഷകർ സഹകരണ സംഘത്തിൽ ഒഴിക്കുന്നില്ലേ? ആ കർഷകര് ലോക്കൽ സപ്ലൈ ചെയ്യുന്നില്ലേ? എന്റെ പശുക്കൾ എന്ന് പറഞ്ഞ ലേബലുണ്ടോ? വിഷ്ണുവിന്റെ പശുക്കളുടെ പാലിന് അസിഡിറ്റി ഉണ്ടെന്ന് പറഞ്ഞ്? എനിക്കറിയില്ല മാഡം. ഒരു വ്യക്തിയെ അധപ്പതിപ്പിക്കാൻ പറ്റുന്ന വിധത്തിലാണ് ഇവിടുത്തെ പ്രകടനങ്ങൾ. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് കേരളത്തിലെ ഒരു സൊസൈറ്റിയിൽ പോലും എന്റെ പാല് കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം എനിക്ക് 2-3 ലക്ഷം രൂപ ബാധ്യത കൊള്ളാൻ വയ്യ. ഈ സൊസൈറ്റിയിൽ കഴിഞ്ഞ ദിവസം കണ്ട നാടകീയമായിട്ടുള്ള പ്രകടനങ്ങൾ ഇതൊന്നും അല്ല. ഈ സൊസൈറ്റിയിലെ തന്നെ ഒരു ലേഡി, ഇവിടുത്തെ ഹെൽപ്പറായിട്ടുള്ള ലേഡി മുടി ചീരിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഹൈജീനിക് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ ഇത്രയും കെയർലെസ് ആയിട്ട് മുടി ചീരിക്കൊണ്ട് ഇരിക്കുമോ? അതിനൊന്നും ആർക്കും പ്രതികരിക്കാൻ വയ്യ. മിനിസ്റ്റർ എന്നെ വിളിച്ചിരുന്നു. മിനിസ്റ്ററോട് ഞാൻ സംസാരിച്ചു. എൻക്വയറി വരട്ടെ എന്ന് പറയുന്നത്. ഈ എൻക്വയറി എന്ന് പറയുന്ന ഡെപ്യൂട്ടി ഡയറക്ടർ പറയുന്ന ഈ കാര്യങ്ങളാണ്.